നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. ഞങ്ങളുടെ കപ്പലിൽ നടന്ന ക്രിസ്മസ് ആഘോഷ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആദ്യപടിയായിട്ട് എഞ്ചിൻ റൂമിൽ വെച്ചിട്ട് ഒരു വാൽനക്ഷത്രം ഉണ്ടാക്കി അതിൽ LED ബൾബുകളൊക്കെ പിടിപ്പിച്ച് കപ്പലിൽ തൂക്കി. പഴയ ചാർട്ട് പേപ്പറിൽ ചുവപ്പ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം വേസ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ഒട്ടിച്ചിട്ട് മെറി ക്രിസ്മസ് എന്ന ബോർഡും സെറ്റാക്കിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച രീതിയിൽ ക്രിസ്മസ് പാപ്പായുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ വർക്കിംഗ് ഡ്രസ്സിൽ ചുവപ്പ് പെയിൻ്റ് അടിച്ചിട്ട് അതിൽ പഞ്ഞിയൊക്കെ ഒട്ടിച്ച് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സും സെറ്റാക്കിയിട്ടുണ്ട്. ക്രിസ്മസിന് മുമ്പായിട്ട് കപ്പൽ കൊറിയയിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ക്രിസ്മസ് സമ്മാനങ്ങൾ വാങ്ങിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വേണ്ടി സെറ്റാക്കി. അന്യം നിന്ന് പോയ ക്രിസ്മസ് കാർഡുകൾ ഓരോരുത്തർക്കും വേണ്ടി എഴുതി ക്രിസ്മസ് പാർട്ടിയുടെ രാവിലെ ഓരോരുത്തരുടെയും റൂമിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെച്ച് അവർക്കൊരു സർപ്രൈസ് കൊടുത്തു. കപ്പലിലെ ബാർബിക്യൂ സ്റ്റാൻഡ് കേടായതുകൊണ്ട് തന്നെ അതും നമ്മൾ ഒരു 200 ലിറ്ററിൻ്റെ ഡ്രമ്മൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ള പേപ്പറിൽ പലതരത്തിലുള്ള സ്റ്റാറും ക്രിസ്മസ് ട്രീയും അലങ്കാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ തൂക്കിയിട്ടു. പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ നടന്നത് കപ്പലിൻ്റെ ഗ്യാലി എന്നറിയപ്പെടുന്ന അടുക്കളയിലായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള നോൺ വെജും വെജും ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു 6 കിലോയുടെ ടർക്കിയെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതും ഓവനിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ചീഫ് കുക്കിനൊപ്പം സഹപ്രവർത്തകരെല്ലാം ഒത്തൊരുമയോടുകൂടി സഹായിച്ചു. ക്രിസ്മസ് ട്രീ നല്ല രീതിയിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സമ്മാനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറും മൈദയൊക്കെ വെച്ചിട്ട് പഞ്ഞി ഒട്ടിച്ച് ക്രിസ്മസ് പാപ്പായുടെ താടിയൊക്കെ സെറ്റാക്കി പുള്ളിയുടെ വരവോടുകൂടി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. അപ്പോൾ ഒരു കേക്കൊക്കെ മുറിച്ചതിന് ശേഷം എല്ലാവർക്കും ക്രിസ്മസ് പാപ്പ സമ്മാനങ്ങൾ കൊടുത്തു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് സന്ദേശവും പങ്കുവച്ചു. പാട്ടോടുകൂടി തുടങ്ങിയ കലാപരിപാടികൾ പലവിധ നൃത്ത ചുവടുകളോടുകൂടി മുന്നേറിക്കൊണ്ടേയിരുന്നു. കപ്പലിൽ ഇത്രയും കലാകാരന്മാരുണ്ടെന്നുള്ള കാര്യം അന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ജോലി സമ്മർദ്ദത്തിൽ നിന്ന് അയവ് നേടുവാൻ വളരെയധികം സഹായിച്ചു. വലിയവർക്കൊപ്പം ചാക്കോച്ചനും ആനിക്കുട്ടിയും കപ്പലിലെ അവരുടെ ആദ്യത്തെ ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ചു. അങ്ങനെ വൈകുന്നേരം 5 മണിയോടുകൂടി തുടങ്ങിയ ആ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ രാത്രിയായിട്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഗെയിം സെക്ഷനിലേക്ക് പ്രവേശിച്ചു. ബോൾ പാസിംഗ് ആയിരുന്നു ആദ്യം നടത്തിയ കളി. അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ആവശ്യകരമായി അത് കളിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഭക്ഷണമൊക്കെ ഈ ബ്രിഡ്ജ് വിങ്ങിലെ മേശകളിൽ നിറഞ്ഞു. പലതരത്തിലുള്ള നോൺ വെജും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് ആൾക്കാരെല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചു. ക്രിസ്മസ് രാവിൽ കാലാവസ്ഥയും നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു. ബാർബിക്യൂ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സൈഡിൽ അതിൻ്റെ ഒരുക്കങ്ങളും ക്രമീകരിച്ചിരുന്നു. അതിനുശേഷം കുപ്പിക്കുള്ളിൽ വെള്ളം നിറയ്ക്കലും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഗെയിംസൊക്കെ ആയിട്ട് ആ ഒരു സന്ധ്യ ആൾക്കാരെല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ചു. അപ്പോൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഓഫീസർ മെസ് റൂമിലേക്ക് പോയി ബാക്കി ഇൻഡോർ ഗെയിമുകളൊക്കെ തുടങ്ങി. പലതരത്തിലുള്ള വെറൈറ്റി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം തമ്പോലയും കൂടെ കളിച്ചു. അതിലൊന്നും സമ്മാനം കിട്ടാത്തതിൻ്റെ വിഷമം ചാക്കോച്ചൻ്റെ കണ്ണിൽ കാണാനുണ്ട്. അങ്ങനെ അവസാനം ഒരു ലക്കി ഡ്രോ നടന്നു. എന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ ആ ലക്കി ഡ്രോയിലെ വിജയി നമ്മുടെ ചാക്കോച്ചനായിരുന്നു. വിജയികൾക്കെല്ലാം സമ്മാനം കൊടുത്ത് കെട്ടികളുടെ പാട്ടോടുകൂടി അന്നത്തെ ക്രിസ്മസ് ആഘോഷം അവസാനിപ്പിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.